മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ പഴയ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകി തീർത്ത് സർക്കാർ. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോഴാണ് തുക അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചാണ് രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തിയ ഇഷ്ടക്കാർക്ക് പണം നൽകുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ മൗനം തുടരുന്നതിനിടെയാണ് സർക്കാരിൻ്റെ ഈ നടപടി. പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ, ആ പദവിയിലുള്ളത് വി.എസ്. അച്യുതാനന്ദനാണ്. പക്ഷേ അദ്ദേഹം പ്രായാധിക്യത്താൽ വിശ്രമ ജീവിതം നയിക്കുന്നു. പക്ഷേ ആ പദവിയിലേക്ക് മറ്റാരെയും നിയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ആ വകുപ്പിലുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ നിയമനത്തിൽപ്പെട്ടവർക്കല്ലേ ഇപ്പോൾ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാതിരുന്ന ശമ്പള പരിഷ്കരണം അത് ഇപ്പോൾ നടപ്പാക്കുന്നത്? പ്രജിത്ത്. അങ്ങനെ തന്നെയാണ് വിനോദ്. വി.എസ്. അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്ന കാലത്ത് രാഷ്ട്രീയ നിയമനം നേടിയിട്ടുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് ഇപ്പോൾ ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനായി ട്രഷറി നിയന്ത്രണത്തിലടക്കം ഇളവ് വരുത്തിക്കൊണ്ടാണ് പണം അനുവദിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നിയമനം നേടിയവരാരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല, സർക്കാർ ജീവനക്കാരല്ല. ഇവരെല്ലാവരും രാഷ്ട്രീയ നിയമനം വഴി താൽക്കാലികമായി, അതായത് അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചുമതലയിലിരിക്കുന്ന സമയത്തേക്ക് മാത്രമായി നിയമിക്കപ്പെട്ടവരാണ്. അവർക്ക് ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ ട്രഷറി നിയന്ത്രണത്തിലടക്കം ഇളവ് വരുത്തിയിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, സർക്കാർ ജീവനക്കാരുടെ ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അത് കുടിശ്ശികയെ തന്നെ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. സർക്കാർ ജീവനക്കാർ പലവട്ടം സമരങ്ങളിലേക്ക് ഏർപ്പെട്ടു, വിവിധ തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു. നൽകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ധനമന്ത്രിയും ഇപ്പോഴത്തെ ധനമന്ത്രിയും എല്ലാം ആവർത്തിച്ച് നടത്തി. ഈ 4 ഗഡുക്കളായി നൽകുമെന്നുള്ള പ്രഖ്യാപനം വന്നു. അത് ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും ഉത്തരവുകളൊക്കെ ഇറങ്ങിയതാണ്, ഇത്ര ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ളിൽ ഈ പൈസ കൊടുക്കുമെന്നുള്ളത്. എന്നാൽ അതിനുശേഷം പിന്നീട് ആ ഉത്തരവൊക്കെ, കഴിഞ്ഞ ധനമന്ത്രിയുടെ കാലത്തിറങ്ങിയ ഉത്തരവൊക്കെ പുതിയ ധനമന്ത്രി വിഴുങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബജറ്റിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്, 2 ഗഡുക്കൾ ഉടൻ കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവുകളോ നടപടികളോ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ നിയമനം നേടിയവർക്ക് അവർക്ക് കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക പണമെല്ലാം സർക്കാർ കൊടുക്കുന്നത്. സർക്കാർ ജീവനക്കാരെ അവിടെ ഒരു വശത്ത് നിർത്തിയിരിക്കുന്നു, മറ്റു പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. പക്ഷേ വി.എസ്. അച്യുതാനന്ദന്റെ പഴയ പേഴ്സണൽ സ്റ്റാഫിന് പണം നൽകാൻ, അതും രാഷ്ട്രീയ നിയമനം മാത്രമായി കയറിയ ആളുകൾക്ക് അവരുടെ കുടിശ്ശിക പണം നൽകുന്നതിന് സർക്കാരിനോ ഈ പറയുന്ന ധനകാര്യ വകുപ്പിനോ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നേരത്തെ തന്നെ നമ്മൾ പല വാർത്തകളിലായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇഷ്ടക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം പണം അനുവദിക്കുന്നതും അവർക്ക് TA ആയാലും DA ആയാലും തുടങ്ങിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് നൽകുന്നതിനുമൊക്കെ സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആണെങ്കിൽ ശരി, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ യാത്രാപദ്ധതിയാണെങ്കിൽ ശരി, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുടെ യാത്രാപദ്ധതിയാണെങ്കിൽ ശരി, അങ്ങനെ എല്ലാ കാര്യത്തിനും ആവശ്യത്തിനും ബജറ്റ് വിഹിതത്തിലും കൂടുതൽ തുക അനുവദിക്കാനൊക്കെ സർക്കാരിന് താല്പര്യമുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രം ഒരു പരിഗണനയുമില്ല. അതേസമയം രാഷ്ട്രീയ നിയമനം നേടിയ വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ആളുകൾക്ക് അവർക്ക് നൽകാനുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തിരിക്കുന്നു. വിനോദ്. തീർച്ചയായും രാഷ്ട്രീയ നിയമനങ്ങളിൽപ്പെട്ട, പ്രത്യേകിച്ച് ഭരണപരിഷ്കരണ കമ്മീഷനിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നിയമനങ്ങൾ ഉള്ളവർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവർക്കുള്ള ശമ്പള കുടിശ്ശിക സർക്കാർ നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.